സോ വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജൂൺ 2026, അതായത് ലാസ്റ്റ് മന്ത് കഴിഞ്ഞിട്ടുള്ള, ലാസ്റ്റ് മീൻസ് ജൂൺ മന്തിൽ കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഏകദേശം 12ഓളം ഷിഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 12 ഷിഫ്റ്റിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പബ്ലിക്കലി എവിടെയും അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ എയ്ഫറേറ്റ്സ് നിന്ന് എയ്ഫറേറ്റ്സിൻ്റെ കണക്ഷൻ വെച്ചിട്ട് നമ്മൾ ആ ഒരു കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് എ റേഷ്യോ ഓഫ് ദ വാട്ട് ഈസ് എ റേഷ്യോ ഓഫ് ദ average number of sanitize sold by company A and C together in 2023 to average number of sanitize sold by D and E together in 2024. Very easy അല്ലേ? റേഷ്യോ ആണല്ലേ? റേഷ്യോ ഓഫ് ദ ആവറേജ് നമ്പർ ഓഫ് സാനിറ്റൈസേഴ്സ് സോൾഡ് ബൈ കമ്പനി എ ആൻഡ് സി ഇൻ 2023. ഓക്കെ, എ ആൻഡ് സി ഇൻ 2023. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്ര? എ ആൻഡ് സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 4600, 6200 പറയുമ്പോൾ 10800. 10800ൻ്റെ ആവറേജ് രണ്ടെണ്ണം ആവുമ്പോൾ 10800/2 = 5400 അല്ലേ? 5400. Then we have average number of sanitize sold by D and E in 2024. D and E in 2024. D and E in 2024. ഡി ആൻഡ് ഇ 2024. 6200 + 6400 എന്ന് പറഞ്ഞാൽ 12600. 12600ൻ്റെ ആവറേജ് എത്ര? ഡി ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ 6300. അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത് അല്ലേ? 5400/6300 = 54/63 = 6/54. 54 9 6 തവണ, 63 9 7 തവണ, 6:7. ഓപ്ഷൻ എ 6:7 as a correct answer. ഓക്കെ, ഓപ്ഷൻ എ 6:7 as a correct answer. ഓക്കെ, 6:7 as a correct answer. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ടഫ് ഉള്ളതിന് വേണമെങ്കിൽ സമയം എടുക്കാമല്ലോ. Percentage growth in the sales of sanitizers from 2023 to 2024 is more than 13% for exactly dash companies. 2023 to 2024 മോർ ദാൻ 30% ആണ്. മോർ ദാൻ 13% ആണ് എത്ര കമ്പനിയിൽ? ഓക്കെ, മോർ ദാൻ 30% ആണ് എത്ര കമ്പനിയിൽ? എങ്ങനെയാ ഇപ്പം അത് കാണുക? ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കാണണം. ഓക്കെ, ഓരോന്നിൻ്റെയും, അതായത് 4800 23 to 24 ആണ്. 4800 - 4600 by 4600 into 100 എന്ന് പറയുമ്പോൾ വി ഹാവ് 4.35%. 7600 - 7000 by 7000 into 100 എന്ന് പറയുമ്പോൾ വി ഹാവ് 8.57%. 7800 - 6200 by 6200 by 100 എന്ന് പറയുമ്പോൾ വി ഹാവ് 25.8%. 6200 - 5400, 800 by 5400 into 100 എന്ന് പറയുമ്പോൾ 14 സംതിങ് അല്ലേ? 6400 - 5600 by എന്ന് പറയുമ്പോൾ വീണ്ടും 14 സംതിങ്. സോ വി ഹാവ് 14 സംതിങ്. 1 2 3. വി ഹാവ് 3 കമ്പനീസ്. വി ഹാവ് ഓപ്ഷൻ ഡി 3. ഇതൊന്നുമില്ല. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ റേഷ്യോ കാണുന്നു എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് റേഷ്യോ കാണുന്നു എന്നുള്ളതാണ്. ഈസ് ഇറ്റ് ക്ലിയർ? അടുത്തത് ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് ആലോചിക്കും.
വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഇൻ ദ ടോട്ടൽ? What is approximate percentage increase in the total number of sanitizer sold by company A, B, and D together and compared to that? അപ്പൊ എ ബി ആൻഡ് ഡി എന്നുള്ളത് ഓക്കെ 2023 എത്ര? എ ബി എൻ ഡി എ ബി എൻ ഡി എന്ന് പറയുമ്പോൾ വി ഹാവ് 17,000. ഓക്കെ, വി ഹാവ് 17,000. 2024 എത്ര? ഓക്കെ, വി ഹാവ് 18,600. ഓക്കെ, 18,600. ഡയറക്റ്റ് ആയിട്ട് എത്ര പെർസെൻറ്റേജ് കാണാം? 18,600. ഓക്കെ, സോ മൈനസ് 17,000/17,000 ഇൻറ്റു 100 വിൽ ബി ഹാവിങ് 9.41%. ഓക്കെ, ഈസി. വിൽ ബി ഹാവിങ് 9.41%. ഓക്കെ, 9.41%. ക്ലിയർ? അടുത്ത്, ഇഫ് ദ ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ സാനിറ്റൈസർ സോൾഡ് ബൈ കമ്പനി സി ഇസ് 2024 is 50 and 60% of their sales are through details. What is ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഈസിയാണ് എന്ന് പറയുന്ന ആരോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ? ഇല്ല കാവ്യ, അവരോട് ഇത് ചെയ്യാൻ പറയൂ. ഓക്കെ, അങ്ങോട്ട് ചെയ്യ്. ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്തിട്ട് ഉത്തരം പറയും. ട്രൈ ടു ഡു. ഇതിൽ ചെറിയൊരു വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗോട്ട് ഇറ്റ്? ക്യാൻസറുകളൊന്നും വരുന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഓക്കെ, നോക്കാം.
Question is, if the average selling price, okay, if the average selling price of a sanitizer sold by company C is 2024 is 50 and 60% of the sales through detail sales channel, then what is the total revenue through physical sales channel? ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല ചോദ്യമാണ് അല്ലേ? നോക്കാം, ഞാൻ പ്രശ്നമല്ല. സാനിറ്റൈസർ സോൾവ് ചെയ്തതിൻ്റെ റൈറ്റ് 50% ആണ്. 50 രൂപയാണ് ആവറേജ് പ്രൈസ്. ഓക്കെ, 50 രൂപയാണ് ആവറേജ് പ്രൈസ്. 60% ഡിജിറ്റലാണ്. അങ്ങനെയാണെങ്കിൽ ഫിസിക്കലിൽ എത്രയാണ്? അപ്പോൾ രണ്ട് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്, ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ. ഈ രണ്ട് മോഡലിലൂടെയാണ് ഇത് വിൽക്കുന്നത്. ഓക്കെ, എന്ന് ആര് പറഞ്ഞു സാർ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാഡം. ഓക്കെ, കണ്ടോ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണിത്? മുന്നോട്ട് പോകുമ്പോൾ പകരം പിറകോട്ട് പോകുന്നു. ജസ്റ്റ് മിനിറ്റ്. സം അതാ, ശരി, ഒരു മിനിറ്റ്. വൈ ദിസ് ഈസ് എന്താണ് ഇവർക്കൊരു ഒരു 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 പോകാനൊരു മടി? ഡിസ്കാർഡ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നില്ലേ? വൈ ദിസ്? ആ, ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെയിൽസ് ആൻഡ് ഈ രണ്ട് ആസ്പെക്റ്റിൽ മാത്രമാണ് ഓക്കെ പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏതിലെ? ഫിസിക്കൽ ആൻഡ് ഓൺലൈൻ. അപ്പൊ പറഞ്ഞു 60% എന്ന് പറയുന്നത് 60% എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 60% ഡിജിറ്റൽ ആണെങ്കിൽ ഫിസിക്കൽ എത്ര ആയിരിക്കും? ഫിസിക്കൽ 40% ആയിരിക്കും. ഓക്കെ, 60% എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ 40% ആയിരിക്കും. കമ്പനി സി 2024. ഓക്കെ, കമ്പനി സി 2024. ഓക്കെ, അപ്പോൾ 40%, 60% ഡിജിറ്റൽ ആണെങ്കിൽ ഫിസിക്കലിൽ 40% ആണ്. ഓക്കെ, ഫിസിക്കലിൽ ഓക്കെ 40% ആണ്. അപ്പം അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനം, ഈ 7800 ഉള്ളത് എന്ന് നമുക്കറിയാം. ഒന്നിന്റെ വില 50 ആണ്. അപ്പൊ ടോട്ടൽ അവർക്ക് കിട്ടുന്ന റവന്യൂ എത്ര ആയിരിക്കും? 7800 ഇൻറ്റു 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 3,90,000. ഓക്കെ, 3,90,000. അപ്പം ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ 40%. അപ്പം 3,90,000ന്റെ 40% എന്ന് പറയുമ്പോൾ വിൽ ബി ഹാവിങ് ഇറ്റ് ആസ് 40% ഓഫ് 3,90,000, 1.56 ലക്ഷം. ഓക്കെ, 1.56 ലക്ഷം. ഓക്കെ, 1.56 ലക്ഷം. ക്ലിയർ? ഒന്നുമില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് എ വേ ഹൗ. ഞാനേ ഐ മീൻ എന്തോ ഒരു സൂമിനൊരു ഹാങ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വരും കേട്ടോ. ഗീവ് മീ 1 മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇവിടെ
ഇവിടെ എങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ റുപ്പീസ് ആണത്. റുപ്പീസ് 2.09 ഇൻറ്റു 10⁻⁶ എന്നാണ്. 2.09 ഇൻറ്റു 10⁻⁶. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണേ എനിബഡി. ഗ്രൂപ്പ് ഇട, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് വെച്ചാൽ മതി. ഞാനൊന്ന് ലെഫ്റ്റ് ആയിട്ട് ഇപ്പോൾ തിരിച്ചു വരുവേ. ഒരു സൂമിന് എന്തോ ഒരു ഹാങ് ഉള്ള പോലെ, അതാണ് എയ്ത്തൊന്നും റെഡി ആവാത്തത്. മീറ്റിംഗ് എൻ്റെ ചെയ്യണ്ട, ഞങ്ങൾ ആരെങ്കിലും ഹോസ്റ്റ് ആക്കും, ഞാൻ പോവും. ഞാൻ വിത്തിൻ 1 or 2 minutes തിരിച്ചു വരും. ക്വസ്റ്റ്യൻ കിട്ടിയില്ലല്ലേ എല്ലാവർക്കും? ആരെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ ഇവിടെ മനസ്സിലാക്കുക, ഈ ഡോളറിൻ്റെ സ്പെല്ലിങ് കൺഫ്യൂഷൻ ആവണ്ട. ഇറ്റ്സ് 2.09 ഇൻറ്റു 10⁻⁶ എന്നാണ്. ഓക്കെ, ഇൻറ്റു 10⁻⁶ എന്നാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് ചെയ്യാം. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ വിൽ ബി ജസ്റ്റ് ബാക്ക്. ഞാനൊന്ന് മീറ്റിംഗ് എൻ്റെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചാറ്റിൽ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ എത്ര ആയിരുന്നടാ? എല്ലാവരും വീഡിയോയിൽ വരണേ. റെഡിയായി. എന്തോ ഒരു ചങ്ങന്മാര്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? മിറർ, 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 മിറർ. Yeah, this was the question we were doing. Okay, if the total revenue of company B in 2024 is 2.09 into 10 times and the price of one unit increased by 10% from 2023 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സാന്ദ്ര, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, ദെൻ വി ഹാവ്. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിറ്റ് സോൾഡ് ബൈ ബി ഇൻ 2024. ഓക്കെ, ബി 2024 സോൾഡ് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7600 ആണ്. അപ്പോൾ റവന്യൂ എത്ര? ഓക്കെ, റവന്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് പെർ യൂണിറ്റ് എത്ര വരുന്നത്? 7600 ആണ്. ടോട്ടൽ റവന്യൂ പറഞ്ഞിട്ടുണ്ട് 2.09 ഇൻറ്റു 10⁻⁶ എന്ന് പറഞ്ഞാൽ എന്താ? 2.09 ഇൻറ്റു 10⁻⁶ എന്ന് പറഞ്ഞാൽ 60. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്ര? 2.09 ഇൻറ്റു 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 20,90,000. 20,90,000. ഓക്കെ, 20,90,000. അപ്പം 20,90,000 ആണ് ടോട്ടൽ റവന്യൂ. അപ്പോൾ പെർ യൂണിറ്റ് റവന്യൂ എത്ര? പെർ യൂണിറ്റ് റവന്യൂ എന്ന് പറയുമ്പം ഒരു യൂണിറ്റിന് 20,90,000 കിട്ടിയിട്ടുണ്ട്. ആകെ വിറ്റത് 7600 യൂണിറ്റ് ആണ്. ബൈ 7600 എന്ന് പറയുമ്പം ഒരു യൂണിറ്റ് 275. ഓക്കെ, പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബൈ 7600 എന്ന് പറയുമ്പോൾ വിൽ ബി ഹാവിങ് 275. ഇനി ചോദിച്ചത് എന്താ? പ്രൈസ് ഓഫ് വൺ യൂണിറ്റ് ഇൻക്രീസ് ബൈ 10% ഫ്രം 2023. അങ്ങനെയാണെങ്കിൽ എത്രയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ 2024 275 ഓക്കെ, 2024 275 2023 കമ്പയർ ചെയ്യുമ്പോൾ 10% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 2023 കമ്പയർ ചെയ്യുമ്പോൾ 10% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 2023 പ്രൈസ് പെർ യൂണിറ്റ് എത്ര ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കാണുക? ഈ 275 എന്ന് പറഞ്ഞാൽ 2023 10% കൂടിയതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 275 എന്ന് പറഞ്ഞാൽ 2023 എത്ര ശതമാനമാണ്?
110% പറയാൻ പറ്റും അല്ലേ? 110%. അപ്പൊ ശരിക്ക് 275/110 × 100 ആണ്. 110 × 100 വിൽ ബി ഹാവിങ് 250. ഇതിൽ ഈ അവസാനത്തെ ഈ സ്റ്റെപ്പ് ചെറിയൊരു ടിസ്റ്റിംഗ് ആണ്. ഓക്കെ, അവസാനത്തെ ഈ സ്റ്റെപ്പ് ചെറിയൊരു ടിസ്റ്റിംഗ് ആണ്. ഓക്കെ, ആ ടിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ആ ഒക്കെ നമുക്ക് കിട്ടിയിട്ട് 2024 എത്ര നമുക്ക് കിട്ടി? ഓക്കെ, 2024 എത്ര നമുക്ക് കിട്ടി? 275 അത് 2023 10% കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2023 10% കൂടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് 110% ഓഫ് 2023 ഓക്കെ, അത് 110% ഓഫ് 2023. അപ്പം 250. ഈസ് ഇറ്റ് ക്ലിയർ? സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. Total number of boys in the question teri. Study the following table and answer the question from 1 to 5. The following table shows total number of students in two departments, namely P and Q in each college. Out of total 5 colleges, it also shows a ratio of boys. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ പി ആൻഡ് ക്യൂ ടുഗദർ എത്ര തന്നിട്ടുണ്ട്? പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഇൻ പി ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ എത്ര ശതമാനമാണ് പിയിൽ എന്നുള്ളത്. റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ പി, റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ക്യൂ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ക്യൂവിൻ്റെ എങ്ങനെയാണ് കാണുക? ക്യൂവിൻ്റെ തന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. പിന്റെ 48% ക്യൂവിൻ്റെത് ബാക്കിയുള്ള 52% ഓക്കെ അസ്ന, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആ ഒരു ക്ലാരിറ്റി വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൽ നിന്ന് നമുക്ക് പിന്റെയും ഈ ക്യൂവിൻ്റെയും ടോട്ടൽ ആളുകളുടെ എണ്ണം നമുക്ക് കിട്ടും. പിന്റെയും ക്യൂവിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ബോയ്സും ഗേൾസും നമുക്ക് കിട്ടും. പിന്നെ അത് വെച്ചിട്ട് ഒരു കുറച്ച് ഒരു 2-3 സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അതിന് നമ്മൾ ആൻസർ ചെയ്യാം. നോക്കാം. Total number of boys in the department P of B and E colleges together is how much percentage of total number of girls in the department of Q and of C and D taken together? ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക പിയിലെ ബീൻ്റെ എണ്ണം ആണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക, അത് കണ്ടെത്തുക. എന്നിട്ട് പിന്റെ ഇ എത്രയെന്ന് കണ്ടെത്തുക. എന്നിട്ട് ക്യൂവിൻ്റെ ഡി എത്രയെന്ന് കണ്ടെത്തുക. സോറി, ഡീൻ്റെ ക്യൂ എത്രയെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ക്യൂവിലെ ഡി എത്രയെന്ന് കണ്ടെത്തുക ഗേൾസ്. പിന്നെ ഓക്കെ, അതുപോലെ തന്നെ സിയും എത്രയെന്ന് കണ്ടെത്തുക. നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഓക്കെ വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് നമ്മൾ ആൻസർ കീ പെട്ടെന്നാണല്ലോ കിട്ടി. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് PPT ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊരു നിർദ്ദേശം കൊടുക്കാൻ മറന്നു. ഇതൊരു ടീച്ചർ ഫ്രണ്ട്ലി PPT അല്ല അല്ലേ? ഇതിൽ എനിക്ക് കണക്ക് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല. സാധാരണ നമ്മളെ PPTയിൽ ഡാറ്റ ഒക്കെ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഞാനത് ടീമിനോട് പറയാൻ മറന്നുപോയി. എവിടെ ഒരു സ്ഥലമല്ല, അതൊക്കെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കണക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലം വേണ്ടേ? ഓക്കെ, ശ്രദ്ധിക്കേണ്ടേ? ഓക്കെ, സോ അപ്പോൾ നമുക്ക് കാണേണ്ടത് ബോയ്സ് ഡിപ്പാർട്ട്മെന്റ് P ഓഫ് B ആൻഡ് D. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് P, ഓക്കെ, B ആൻഡ് D. അപ്പോൾ നമ്മൾ എന്ത് കാണുന്നു? ബോയ്സ് ഇൻ P കോളേജ് B. ഓക്കെ, ബോയ്സ് ഇൻ P ഇൻ കോളേജ് P. ഡിപ്പാർട്ട്മെന്റ് അല്ലെ ബോയ്സ് കോളേജ് പിയിൽ. അപ്പോൾ കോളേജ് പിയിൽ 360 ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, കോളേജ് പിയിൽ 360 ആൾക്കാരാണുള്ളത്. ഈ 360ന്റെ 55% പിയിലുള്ളത്. 55%. അപ്പൊ 360ന്റെ 55% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 360ന്റെ പകുതി 180. ഓക്കെ, 180 ഉണ്ടാവും. 180 പിന്നൊരു 5% എന്ന് പറയുന്ന ഓക്കെ ഒരു ആസ്പെക്റ്റിലേക്ക് വരും. അപ്പൊ എത്ര നമുക്ക് ഉണ്ടാവാം? കോളേജ് ബി എത്ര സ്റ്റുഡൻസ് ആണ് P ഡിപ്പാർട്ട്മെന്റിലുള്ളത്? 360ന്റെ 55% എന്ന് പറഞ്ഞാൽ 198 സ്റ്റുഡൻസ് ഉണ്ടാവും. ബോയ്സിന്റെ എണ്ണം എങ്ങനെ കാണാം?
7:2 റേഷ്യോയിലാണ്. അതിൽ 7 പാർട്ട് ബോയ്സ് ആണ് ഇൻറ്റു 7/9 അല്ലേ? ഈ 198 എവിടുന്നാണ്ട് 360ന്റെ 50%. അപ്പോൾ പിയിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം കിട്ടി. ഈ 7/9 എവിടുന്നാ കിട്ടിയേ? ബോയ്സ് ടു ഗേൾസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:2 ആണ്. ഓക്കെ, ദിസ് ഈസ് 7 ആൻഡ് ദിസ് ഈസ് 2. Okay, so we have this is 7. Okay, this is 7 and this is 2. So 7/9. So ബോയ്സിൻ്റെ എണ്ണം 154. ഇതേപോലെ കോളേജ് ഇയിൽ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? കോളേജ് ഇ എന്ന് പറയുമ്പം 250 250ൻ്റെ പകുതി 50%. ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. 125. ഇനി ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 ആണ് എന്ന് പറഞ്ഞാൽ 3 + 2 5 ആണ്. 5ൻ്റെ 3 ഭാഗമാണ്. 3/5 ഈസിക്കൽ ടു 25 × 3 75. ഓക്കെ, അപ്പം കോളേജ് ബിയിലെ പി ഡിപ്പാർട്ട്മെൻറ്റിലെ ബോയ്സ് 154, കോളേജ് ഇയിലെ പി ഡിപ്പാർട്ട്മെൻറ്റിലെ ബോയ്സ് 25. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ 154 + 75 എന്ന് പറഞ്ഞാൽ 229. 229. ഇതേപോലെ ഗേൾസ് ഇൻ എവിടെ പറഞ്ഞേ? ക്യൂ. ഓക്കെ, ഇൻ കോളേജ് സി. കോളേജ് സി ഗേൾസ് 420. ഓക്കെ, 420ൻ്റെ 60% പി ആണ്. ക്യൂ എന്ന് പറയുമ്പോൾ 40%. 420ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 42 × 4 എന്ന് പറഞ്ഞാൽ 168. 168 ഇൻറ്റു ഗേൾസ് എന്ന് പറയുമ്പോൾ 4 ഏതിനാണ് ഗേൾസ് ഇൻ ക്യൂ കോളേജ് സി. ഓക്കെ, റേഷ്യോ ഗേൾസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഓക്കെ 5 ബോയ്സ് ആൻഡ് ഗേൾസ്. ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ 10/21. 10/21 ഈസ് ഈക്വൽ ടു 80. ഇതേപോലെ ഗേൾസ് ഇൻ ക്യൂ ഇൻ കോളേജ് ഡി എന്ന് പറയുമ്പോൾ ഡി എത്ര? 300-ൽ ഓക്കെ 55 പി ആണ്. അപ്പോൾ 45 ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 45 എന്ന് പറയുമ്പോൾ വി ഹാവ് 135 ഇൻറ്റു ഗേൾസ് എന്ന് പറയുമ്പോൾ 1/3 വി ഹാവ് 45. സം എന്ന് പറഞ്ഞാൽ 125. നമ്മളോട് ചോദിച്ചത് ഈ 125 ഈ ഫസ്റ്റത്തെ സാധനം ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പോൾ 229 125ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 229/125 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 183.20%. ഓക്കെ, 183.20%. ക്ലിയർ? കുറച്ച് കണക്ക് ചെയ്യാനുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ നോർമലി നമ്മൾ പഠിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? നോർമലി നമ്മൾ ചെയ്യുന്ന സെറ്റാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി സ്റ്റെപ്പായിട്ട് ഓക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. Find the total number of girls in the department P of all the colleges taken together. ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് പി. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കണ്ടാൽ പി കിട്ടും. ഓക്കെ, ഇനി ഗേൾസ് എന്ന് പറയുമ്പോൾ 1/3 2/9 4/9 ചെയ്തൂടെ? ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇന്ന് തന്നെ തരും. ഓക്കെ, പക്ഷേ അപ്പോൾ നിങ്ങൾ ചെയ്യുക. ഇത് ഡയറക്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാലോ. എന്ത് സംഭവിച്ചാലും 60 ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, അവിടേക്ക് നമുക്ക് എത്തണം. വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ഓക്കെ, നമുക്ക് ലിമിറ്റഡ് ടൈം എക്സാമിനുള്ളല്ലോ. അപ്പം അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അത്ര ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 33. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് P of the colleges D and E and the average number of boys in the department Q of the colleges A and B. നിങ്ങൾ ഫുള്ള് പഠിപ്പിച്ചുകളായതുകൊണ്ട് ഇതും ചെയ്യണോ ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട എന്നുള്ള ലെവലിലാണ് വരിക. ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, ഇത് അതേപോലെ തന്നെ അല്ലേ? ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് P of the college D and E. ഇപ്പോൾ കോളേജ് ഡി ആൻഡ് ഇയിലെ ഇത് വെച്ചിട്ട് ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ പിയിലെ ആളുകളുടെ എണ്ണം കാണും. ആ പിയിലെ ആളുകളുടെ എണ്ണം കണ്ടിട്ട്
ഓക്കെ, നമ്മൾ എന്ത് സംഭവിക്കും, അവിടെ ഗേൾസിൻ്റെ എണ്ണം കാണും. പക്ഷേ ഇത് മുമ്പത്തെ കേസിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പിയുടെ ഗേൾസിൻ്റെ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, പുതുതായിട്ട് വാല്യൂ കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, പുതുതായിട്ട് നമ്മൾ ഓക്കെ വാല്യൂ കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓക്കെ എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടും, ആ ഡിപ്പാർട്ട്മെന്റ് പി കോളേജ് ഡി ആൻഡ് ഇയിലെ ഗേൾസ് കിട്ടും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ക്യൂവിലെ എ ആൻഡ് ബിയിലെ ബോയ്സും കിട്ടും. അതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് കാണുന്നു. ആവറേജ് കണ്ടിട്ട് നമ്മൾ ഡിഫറൻസ് കാണുന്നു എന്നുള്ളതാണ്. എഗെയിൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. വിൽ ബി ഹാവിങ് 1 ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, 1 എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ഉണ്ടാവുക. ഓക്കെ, സോ യു ക്യാൻ ട്രൈ ടു ഡു ദാറ്റ്. ഓക്കെ, 1 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, വളരെ ഈസി ആയിട്ടുള്ളതാണ്. 80 79 എന്നുള്ളതാണ് ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ ആസ്പെക്റ്റ് ആണ്. അതേ ആസ്പെക്റ്റ് ആണ് ഇത് വരുന്നത്. പ്രീവിയസ് ആൻസർ എന്താ, 388. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടും ക്ലാസ് ചെയ്യുമ്പോഴത്തേനും, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. 32 34. What is the ratio of total girls in Q department of B and D colleges taken together to the total boys in P department of C and D colleges taken together? സെയിം ആസ്പെക്ട് ആണ്. എന്നാൽ നമുക്ക് നോക്കാം. റേഷ്യോ ഓഫ് ദ ഗേൾസ് ഇൻ ക്യൂ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പി ആൻഡ് ഡി. നമുക്ക് നോക്കാം. ഗേൾസ് ക്യൂ ഡിപ്പാർട്ട്മെന്റ് കോളേജ് പി എന്ന് പറയുമ്പം ഗേൾസ് ക്യൂ 360, 45%. 45 എന്ന് പറയുമ്പം 162. ഗേൾസ് എന്ന് പറയുമ്പോൾ ക്യൂ എന്ന് പറയുമ്പം 2 ഗേൾസ് റേഷ്യോ ബോയ്സ് ആൻഡ് ഈ എന്നുള്ളതാണ് 2/3. സോ വിൽ ബി ഹാവിങ് 162 ഇൻറ്റു 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 108. അതേപോലെ ഗേൾസ് ക്യൂ കോളേജ് ഡി എന്ന് പറയുമ്പോൾ വി ഹാവ് കോളേജ് ഡി 55, 45, 135 ഇൻറ്റു ഗേൾസ് എന്ന് പറയുമ്പോൾ 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 150. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/45. ടോട്ടൽ ടേക്കൺ ടുഗദർ എന്ന് പറയുന്നത് കൊണ്ട് വിൽ ബി ഹാവിങ് 153. 153. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ബോയ്സും കാണണം. ബോയ്സ് ഡിപ്പാർട്ട്മെന്റ് പി ഇൻ കോളേജ് സി എന്ന് പറയുമ്പോൾ കോളേജ് സി 460% എന്ന് പറയുമ്പോൾ 252. ബോയ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 5/9 ഈസ് ഈക്വൽ ടു 140. ഇതേപോലെ ബോയ്സ് ഇൻ കോളേജ് ഡി എന്ന് പറയുമ്പോൾ ഡി 355, 165 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 55. അപ്പോൾ 55 + 140 എന്ന് പറയുമ്പോൾ 195. അപ്പോൾ ചോദിച്ചത് ഇതിൻ്റെ റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ്. 153 ഡിവൈഡഡ് ബൈ 195. 3 കൊണ്ട് വെട്ടിച്ചെറുതാക്കുമ്പം 51/65. 51/65 ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ ചെയ്തിട്ടുള്ള ഒരു direct type of question തന്നെയാണ്. Then moving to the last question in this set. ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എത്ര? ഓക്കെ, യാ
നോക്കാം. ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് പി കോളേജ് ഓഫ് സി, ratio of number of boys who got first, second, and third division respectively is 1:2:4. Find the total number of boys who secured first and third division. വെറുതെ ഒരു മാറ്റം വരുത്തി എന്നാലും നമുക്ക് കാണാം അല്ലേ. ബോയ്സ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ പി ഓഫ് കോളേജ് സി, ബോയ്സ് ഡിപ്പാർട്ട്മെന്റ് പി ഓഫ് കോളേജ് സി എന്ന് പറയുമ്പോൾ വിൽ ബി ഹാവിങ് കോളേജ് സിയുടെ പി 420. ഓക്കെ 60% പി. ഓക്കെ 60% എന്ന് പറയുമ്പോൾ 252. 252 ബോയ്സ് എന്ന് പറയുമ്പോൾ എത്ര? 5/9 ഇൻറ്റു 5/9. അപ്പോൾ ബോയ്സ് എന്ന് പറഞ്ഞാൽ 140. ഓക്കെ ബോയ്സ് എന്ന് പറഞ്ഞാൽ വി ഹാവ് 140. ആ 140 1:2:4 ആണ് എന്ത്? ഓക്കെ ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1 ആണ്, 1 പാർട്ടാണ്. എന്താ പറയുക, തേർഡ് ക്ലാസ് കിട്ടിയത് 4 പാർട്ടിനാണ്. അപ്പോൾ അത് ടോട്ടൽ എത്ര എന്നുള്ളതാണ് 140 ഇൻറ്റു 5/7 100 അല്ലേ? 100 യെസ്. അപ്പം 140 ആണ്. ഓക്കെ അതിൽ ഫസ്റ്റ് കിട്ടിയത് ഒരു പാർട്ടാണ്, തേർഡ് കിട്ടിയത് 4 പാർട്ടാണ്. അപ്പോൾ ടോട്ടൽ 5 പാർട്ടിന് കിട്ടിയിട്ടുണ്ട്. ഔട്ട് ഓഫ് 1 + 2 + 4 7 ഇൻറ്റു 5/7 is equal to 20 into 5 is equal to 100. So we'll be having option C, 100 as the correct answer. Okay, so we'll be having option C, 100 as the correct answer.